മാർച്ച് 25 ബുധനാഴ്ച ദിവസം. ഇനി പരാമർശിക്കുന്ന 8 നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു ദിവസമാണ്. അതായത് ഗ്രഹനിലയിലുണ്ടാവുന്ന മാറ്റങ്ങൾ ജ്യോതിഷത്തിൽ സർവ്വസാധാരണമാണ്. അതുമൂലം നമ്മളുടെ ജീവിതത്തിൽ നല്ലതും ചീത്തയുമായ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ചില ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കൊണ്ട് ചിലർക്ക് വളരെ നല്ല കാര്യങ്ങളാണ് സംഭവിക്കുന്നതെങ്കിൽ മറ്റു ചിലർക്ക് വളരെ മോശപ്പെട്ട അല്ലെങ്കിൽ നെഗറ്റീവായ അനുഭവങ്ങളായിരിക്കും അതുമൂലം ഉണ്ടാവുക. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ ദിവസം മാർച്ച് 25 ബുധനാഴ്ച എന്ന് പറയുന്നത് ഈ പറയുന്ന 8 നക്ഷത്ര ജാതകരായിട്ടുള്ള വ്യക്തികളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ്. ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ചൊവ്വയുടെയും രാഹുവിന്റെയും സംയോഗം കുംഭം രാശിയിൽ നടക്കുന്ന ഒരു ദിവസമാണ്. ഈ 2 ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ വളരെയധികം സ്വാധീനം ചെലുത്തുകയും അതിൽ തന്നെ ഏറ്റവും ശക്തമായ രീതിയിൽ ചൊവ്വയുടെയും രാഹുവിന്റെയും ഒരു സ്വാധീനം കൊണ്ട് ജീവിതത്തിൽ വളരെയധികം നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരെ പറ്റിയാണ് ഈ അധ്യായത്തിൽ വിശദമായി പരാമർശിക്കുവാൻ പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സമൃദ്ധിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ മാർച്ച് 25 ബുധനാഴ്ച രാഹുവിന്റെയും ചൊവ്വയുടെയും സംയോഗ ഫലമായി ജീവിതത്തിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കുന്നത് അനുഭവിച്ചറിയുവാനുള്ള യോഗം നിലനിൽക്കുന്ന ഒന്നാമത്തെ രാശിക്കാരായി വരുന്നത് പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാരാണ്. ചില രാശിക്കാരുടെ പൊതുവായ ഫലങ്ങൾ നമ്മൾ നോക്കാറുണ്ട്. അത്തരത്തിൽ ഏറെ പേർ വിളിച്ചു ചോദിക്കുന്നതും അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നതുമായ ഒന്നാണ് മീനം രാശി എന്നുള്ളത്. അതിനാൽ തന്നെ പലപ്പോഴും മീനം രാശിക്കാരെ പറ്റി ഒരുപാട് തവണ വീഡിയോകളിൽ പരാമർശിച്ചിട്ടുണ്ട്. അതിൽ പലരും ജീവിതത്തിൽ രക്ഷപ്പെടുന്നു അല്ലെങ്കിൽ അതിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങി എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത്തരത്തിൽ മീനം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ കാലങ്ങളായി ജീവിതത്തിൽ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്നാൽ ഓരോ ദിവസവും പലരും ആഗ്രഹിക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുന്നത്. അങ്ങനെ എല്ലാം കൊണ്ടും മീനം രാശിക്കാരുടെ ജീവിതത്തിൽ പലവിധ വേദനിപ്പിക്കുന്ന അല്ലെങ്കിൽ നെഗറ്റീവായ അനുഭവങ്ങളായിരിക്കും നിലവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ 2026 പ്രത്യേകിച്ച് ഈ ഒരു മാർച്ച് 1 തീയതി മുതൽ പലരുടെയും ജീവിതത്തിൽ ഒരു പുതുവെളിച്ചം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്നത് ഏറെ ആശ്വാസകരമായ വസ്തുതയാണ്. ജ്യോതിഷ പ്രകാരം നോക്കുമ്പോൾ ഈ ഒരു ഗ്രഹ സംയോഗം കൊണ്ട് വളരെ ഗുണകരമായ ചില കാര്യങ്ങൾ തന്നെയാണ് ഈ രാശിക്കാർക്ക് ഈ ദിവസം മുതൽ വന്നു ചേരുവാൻ പോകുന്നത്. ചൊവ്വയുടെയും രാഹുവിന്റെയും സംയോഗം നടന്നിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ ഗ്രഹങ്ങൾ നിങ്ങളിൽ ചെലുത്തുന്ന സ്വാധീനം വളരെ ഗുണകരമായ ഒന്നാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് പലവിധ ഗുണഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പലവിധത്തിലുള്ള ധനനേട്ടങ്ങളും ആഗ്രഹ സഫലീകരണങ്ങളും മെച്ചപ്പെട്ട ജീവിത നിലവാരങ്ങളുമൊക്കെ ഇതിന്റെ ഭാഗമായി നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. ഇതിൽ പലരുടെയും ഒരു പ്രശ്നം കടബാധ്യതകൾ തന്നെയാണ്. ഈ കടങ്ങൾ എങ്ങനെ വീട്ടി തീർക്കണം എന്ന് അറിയാതെ അല്ലെങ്കിൽ അതിനൊരു വഴി കണ്ടെത്താൻ കഴിയാതെ മനസ്നേറി ജീവിക്കുന്നവരായിരിക്കും മീനം രാശിക്കാരിൽ ഏറെ ഭാഗവും. അല്ലെങ്കിൽ തന്നെ മറ്റുള്ള അത് മക്കളുടെ പഠന കാര്യങ്ങളോ വിവാഹ കാര്യങ്ങളോ ഒക്കെയാവാം, സാമ്പത്തിക ആവശ്യം തന്നെയാണ് അവരെ അലട്ടുന്നത്. അത്തരത്തിലുള്ള പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി വരുന്ന മീനം രാശിക്കാർക്ക് ഈ ഒരു ഗ്രഹസംയോഗം വളരെ ഭാഗ്യമായാണ് അനുഭവത്തിൽ വരിക. വ്യക്തമായി പറഞ്ഞാൽ ഈ മാർച്ച് 25 തീയതി ബുധനാഴ്ച നിങ്ങൾ തീർത്തും പ്രതീക്ഷിക്കാത്ത ചില തുകകൾ അല്ലെങ്കിൽ ചില ഭാഗ്യാനുഭവങ്ങൾ അത് ചില വ്യക്തികളിൽ നിന്നോ നിങ്ങൾ മുൻപ് ഏർപ്പെട്ടിരിക്കുന്ന ചില വ്യാപാരങ്ങളിൽ നിന്നോ ഉള്ളതാവാം. ഇത്തരത്തിൽ നിങ്ങൾക്കൊരു സഹായം ലഭിക്കുകയോ അല്ലെങ്കിൽ ഇത്തരം പ്രതിസന്ധികൾക്ക് ഒരു പരിഹാരം കാണുവാനുള്ള ഒരു വഴി മുന്നിൽ തെളിയുകയോ ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ പുതുതായി മീനം രാശിക്കാർക്ക് ഒരു സാമ്പത്തിക വഴികൾ തുറന്നു കിട്ടുകയോ അല്ലെങ്കിൽ വളരെ കാലമായി നിങ്ങൾ എന്തെങ്കിലും പദ്ധതികൾ തുടക്കം കുറിക്കുവാൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അത് നടപ്പിലാവാതെ പല കാരണങ്ങൾ കൊണ്ട് തടസ്സങ്ങൾ നേരിട്ട് നീണ്ടുപോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നവർക്ക് അത്തരം പദ്ധതികളൊക്കെ സാക്ഷാത്കരിക്കുവാനുള്ള ഒരു ദിവസത്തിന്റെ തുടക്കമാണ് ഈ വന്നു ചേർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾ ജീവിതത്തിൽ സ്വപ്നം കണ്ട പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ ഇതോടെ കഴിയുന്നതാണ്. സാമ്പത്തികമായ ഇത്തരം അഭിവൃദ്ധിക്ക് പുറമെ മാനസിക സന്തോഷവും ശാരീരിക ആരോഗ്യവും നിങ്ങൾക്ക് ഈ ഒരു ഗ്രഹസംയോഗം വളരെ ഗുണകരമായി തീരുന്ന അവസ്ഥയാണ് കാണുക. അതുപോലെ തന്നെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രതീക്ഷകൾ വെച്ചു പുലർത്തുന്ന ചില വ്യക്തികൾക്ക്, അതായത് പുതിയ വ്യാപാര സാധ്യതകളോ അല്ലെങ്കിൽ മറ്റൊരു ഉയർന്ന ജോലിയിലേക്ക് മാറണമെന്നോ
കിട്ടണമെന്നോ എന്നൊക്കെ ആഗ്രഹിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് അത്തരം പരിശ്രമങ്ങൾ ഫലം കണ്ടു തുടങ്ങുന്ന ഒരു സമയം കൂടിയാണ് ഇന്ന് ചേർന്നിരിക്കുന്നത്. ഇനി രണ്ടാമതായി ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച സംഭവിക്കുന്ന രാഹുവിന്റെയും ചൊവ്വയുടെയും സംയോഗം കൊണ്ട് ജീവിതത്തിൽ വളരെ നല്ല മാറ്റങ്ങൾ കണ്ടു തുടങ്ങുന്ന ഭാഗ്യം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് വിശാഖം, അനിഴം, തൃക്കേട്ട തുടങ്ങിയ വൃശ്ചികം രാശിക്കാരാണ്. വൃശ്ചികം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ സ്വപ്നം കണ്ടതിലും അപ്പുറമായിരിക്കും ഈ ഒരു ഗ്രഹസംയോഗം കൊണ്ട് പല ശുഭകാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുക. നിങ്ങളുടെ പല കണക്കുകൂട്ടലുകളും അവ ഫലം കാണുകയും നിങ്ങളുടെ ജീവിതം ഒരു വലിയ മാറ്റത്തിലേക്ക് എത്തപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് ഇതിലൂടെ തെളിയുന്നത്. കാരണം ഈ രണ്ട് ഗ്രഹങ്ങളുടെ സംയോഗം അത്രയധികം സ്വാധീനം ചെലുത്തുന്നുണ്ട് ഈ രാശിക്കാരുടെ ജീവിതത്തിൽ. എന്നാൽ നിലവിൽ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്രത്തിൽ പിറന്ന വൃശ്ചിക രാശിയിലുള്ള വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു ദിവസം പോലും മനസമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥകളായിരിക്കും നിലവിലുണ്ടാവുക. വലിയ രീതിയിലുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ ഇവരെയും വേട്ടയാടുന്നുണ്ട്. കൂടാതെ ധനനഷ്ടങ്ങളും ഇവരെ വല്ലാതെ വലയ്ക്കുകയാണ്. കൂടാതെ എല്ലാ കാര്യങ്ങൾക്കും എന്തെന്നില്ലാത്ത തടസ്സങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടാവും. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്ന ഇത്തരം തടസ്സങ്ങൾ എന്തൊക്കെയാണോ അതിൽ നിന്നൊക്കെ ഒരു മോചനമാണ് ചൊവ്വയുടെയും രാഹുവിന്റെയും ഗുണകരമായ ഈ ഒരു സംയോഗം കൊണ്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നത്. വൃശ്ചിക രാശിയിൽ പിറന്ന വ്യക്തികൾ ഈ ഒരു മാർച്ച് 25 ബുധനാഴ്ച അത്രയധികം പ്രതീക്ഷയോടെ വേണം ഇനി മുതൽ ജീവിതത്തെ നോക്കിക്കാണുവാൻ എന്ന് വേണം പറയാൻ. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുവാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളായിരുന്നാലും അവയിൽ നിന്നൊക്കെ ഗുണങ്ങളും നേട്ടങ്ങളും തന്നെയായിരിക്കും ഇനി പ്രതീക്ഷിക്കേണ്ടത്. കൂടാതെ വൃശ്ചിക രാശിയിലുള്ളവരുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അവർ അധ്വാനിക്കുന്നു, ജോലി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പോലും അവർ സമ്പാദിക്കുന്ന പണമെല്ലാം വരുന്നതിലധികമായി ചിലവായി പോകുന്ന, എന്തിനെന്നറിയാതെ പല വഴികളിലൂടെ ഒഴുകിപ്പോകുന്ന ഒരവസ്ഥയാണ് ജീവിതത്തിൽ അനുഭവിച്ചു വരുന്നത്. ഇതും ഇവരെ വല്ലാത്ത മാനസിക സംഘർഷത്തിൽ ആക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ. കാരണം അധ്വാനിക്കുന്ന പണമെല്ലാം എന്തിനെന്നറിയാതെ ചിലവായി പോകുന്നു. അതുകൊണ്ട് തന്നെ പല ആവശ്യ കാര്യങ്ങൾക്കും ചിലവഴിക്കാൻ പണം ഇല്ലാതെ വരുന്നതിനാൽ വളരെയധികം ബുദ്ധിമുട്ടുകളും കടബാധ്യതകളും ഇവർ അനുഭവിച്ചു വരുന്നു. ഇത്തരത്തിൽ വൃശ്ചികം രാശിയിൽ പിറന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ ബുധനാഴ്ച നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യയോഗം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് വർദ്ധിക്കുകയും അതുപോലെ തന്നെ പുതിയ ചില നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നതാണ്. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടത്തിയെടുക്കുവാനും നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് പ്രവേശിക്കുവാനും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നവർക്ക് സ്ഥാനക്കയറ്റങ്ങൾ പോലുള്ള കാര്യങ്ങളും ആദരവുകളും ലഭിക്കുവാനും ഈ ഒരു ദിവസം മുതൽ സാധിക്കുന്നതാണ്. നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം തന്നെ വളരെ സമ്പന്നതയിലേക്ക് എത്തിച്ചേരുന്ന തരത്തിലാണ് ഈ ഒരു യോഗം ഒരു ഭാഗ്യമായി നിങ്ങളിൽ തെളിയുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനെന്ന് മാത്രമല്ല, ഭാവിയിലേക്ക് ആവശ്യമായ ചില നിക്ഷേപങ്ങളും നടത്തുവാൻ നിങ്ങളെ കൊണ്ട് ഈ ദിവസം സാധിക്കും. അത് ചെറിയ ചില നിക്ഷേപങ്ങളോ അല്ലെങ്കിൽ ചില ബിസിനസ്സിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റുകളോ എന്തുതന്നെയും ആവാം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും ശത്രുദോഷം തീരുകയും തൊടുന്നതെല്ലാം പരാജയത്തിൽ ഭവിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ നിന്നൊക്കെ നിങ്ങൾക്ക് മോചനം ലഭിക്കുന്നതാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ദോഷങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ കഴിയാതെ പോയതോ അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിച്ചതിലും ഭംഗിയായി തന്നെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ നിങ്ങൾക്ക് ഈ ഒരു ദിവസം മുതൽ സാധിക്കുന്നതാണ് എന്ന് വേണം കരുതാൻ. ഇനി അടുത്തതായി ഈ വരുന്ന മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച സംഭവിക്കാൻ പോകുന്ന ചൊവ്വയുടെയും രാഹുവിന്റെയും സംക്രമം കൊണ്ട് അവിശ്വസനീയമായ ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗം തെളിഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ രാശിക്കാരായി വരുന്നത് ചിത്തിര, ചോതി, വിശാഖം വരുന്ന തുലാം രാശിക്കാരാണ്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബുധനാഴ്ച ദിവസം അല്ലെങ്കിൽ ഇത് മുതൽ അങ്ങോട്ട് വളരെ പോസിറ്റീവായ ചില കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക. അതായത് നിലവിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന തുലാം രാശിയിൽ പിറന്ന ചില വ്യക്തികളുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും വളരെയധികം മാനസിക ബുദ്ധിമുട്ടുകളും അലച്ചിലുകളുമൊക്കെ അവർ അനുഭവിക്കുന്നുണ്ട്. ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നടത്തിയെടുക്കുന്നതിനു വേണ്ടി അവർ വളരെയധികം പരിശ്രമിക്കുകയും കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ച പോലെ ചെയ്തു തീർക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്തുകയോ ചെയ്യാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതിൽ തന്നെ ഈ അധ്യായം കാണുന്ന ചിത്തിര, ചോതി, വിശാഖം എന്നീ തുലാം രാശിക്കാരായിട്ടുള്ള നക്ഷത്ര ജാതകർക്ക് വളരെയധികം സാമ്പത്തിക പ്രതിസന്ധികൾ തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നവരാണ്.
എപ്പോഴും കാര്യതടസ്സങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വരുന്ന ഒരു വിഭാഗം ആൾക്കാർ ഈ രാശിയിൽ വരുന്നുണ്ട്. എന്നാൽ ഈ വ്യക്തികളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തെ ഒന്നാകെ ബാധിച്ചിരിക്കുന്ന ഈ ഒരു ദുരവസ്ഥ അല്ലെങ്കിൽ ഇത്തരം ദോഷ ഫലങ്ങൾ അവ ഓരോന്നായി നിങ്ങളെ വിട്ടുമാറി ഏറ്റവും ശുഭകരമായ ഒരു ജീവിത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന ഒരു ശുഭകരമായ സമയമാണ് ഈ ഒരു ഗ്രഹ സംയോഗം കൊണ്ട് വന്നു ചേരുന്നത്. ഇപ്പോൾ പലരും പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കമന്റ് ചെയ്തേക്കാം, ഞങ്ങളത് കുറെ കേട്ടതാണ്, ഇത് തട്ടിപ്പാണ്, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഒരുപാട് നാളുകളായി ഞങ്ങളിത് കേൾക്കുന്നു എന്നുള്ള കാര്യം. അത്തരത്തിൽ വളരെയധികം പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് എന്നാൽ എന്തെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടുവാൻ ഒരു മാർഗമുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ വീഡിയോ കണ്ടവരായിരിക്കും നിങ്ങൾ. അത്തരത്തിലുള്ളവർ, അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ നിങ്ങളുടെ പേരും ജനന തീയതിയും നക്ഷത്രവും കൂടെ ഒന്ന് കമന്റായി രേഖപ്പെടുത്തുക. ഇത്തരത്തിൽ നോക്കുമ്പോൾ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരു ഉയർച്ചയിലേക്കായിരിക്കും ഇനി മുതൽ നിങ്ങളുടെ ജീവിതം മാറുവാൻ പോകുന്നത്. കാരണം ചില ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച നിങ്ങൾ ഒരുപാട് നാളുകളായി ആഗ്രഹിച്ചിരുന്ന അല്ലെങ്കിൽ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം അതിന്റെ ഫലപ്രാപ്തിയിലേക്ക് എത്തുന്ന ഒരു ദിവസം കൂടി നിങ്ങൾക്ക് അനുഭവപ്പെടുവാൻ പോവുകയാണ്. അതായത് വളരെ നാളുകളായി ഒരു സാമ്പത്തിക ഉയർച്ചയ്ക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചില തുലാം രാശിക്കാർക്ക് എല്ലാ തടസ്സങ്ങളും നീങ്ങി നിങ്ങൾ ആഗ്രഹിച്ച ഒരു സമ്പത്ത് നിങ്ങളുടെ പക്കലേക്ക് എത്തിച്ചേരുന്ന ഒരു ദിവസത്തിന്റെ തുടക്കമായി വേണം ഈ ഒരു മാർച്ച് 25-ാം തീയതി ബുധനാഴ്ച ദിവസം കരുതാൻ. നിങ്ങളെ വളരെ കാലമായി അലട്ടിയിരുന്ന ചില പ്രശ്നങ്ങൾക്ക് അത് പ്രധാനമായും കടബാധ്യതകൾ തന്നെയായിരിക്കും, അല്ലെങ്കിൽ സാമ്പത്തിക പരാധീനതകൾ തന്നെയായിരിക്കും. അപ്പോൾ അത്തരം ചില പ്രതിസന്ധികൾക്ക് ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണുവാനും നിങ്ങളുടെ വരുമാന മേഖലകളിൽ നിന്നും ഒരു ഉയർന്ന രീതിയിലുള്ള സമ്പത്ത് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിച്ചേരുവാനും സാധിക്കുന്ന ഒരു ദിവസത്തിന്റെ തുടക്കമായി വേണം ഇത് കാണുവാൻ. ഇതുകൂടാതെ സ്വന്തമായ ഒരു വീട് എന്ന സ്വപ്നം വളരെ നാളുകളായി മനസ്സിൽ കൊണ്ടു നടക്കുന്നവർക്ക്, അല്ലെങ്കിൽ ഒരു വീടിന്റെ പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ എന്തൊക്കെയോ തടസ്സങ്ങളാൽ പെട്ടുകിടക്കുന്നവർക്കും ഈ ഒരു ദിവസം മുതൽ ഇനി അങ്ങോട്ട് ശുഭവാർത്തകളായിരിക്കും നിങ്ങളെ തേടിയെത്തുക. അതായത് തുലാം രാശിക്കാർക്ക് ഈ രാഹുവിന്റെയും ചൊവ്വയുടെയും ഈ ഒരു സംക്രമം കൊണ്ട് അവരുടെ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ഭാഗ്യ സമയമാണ് ഇതോടെ തെളിയുവാൻ പോവുക. ഇതുകൂടാതെ തുലാം രാശിയിൽ പിറന്ന മക്കളുള്ള ചില മാതാപിതാക്കളും അവരുടെ മക്കളുടെ ഭാവിയെ ഓർത്ത്, അല്ലെങ്കിൽ നിലവിലുള്ള ചില പ്രതിസന്ധികളെയൊക്കെ ഓർത്ത് ദിവസവും പ്രാർത്ഥിക്കുന്നവരുണ്ടാകാം. അത്തരം മാതാപിതാക്കൾക്കും മക്കളുടെ ജീവിതത്തിലെ പല നല്ല കാര്യങ്ങളും കണ്ട് സന്തോഷിക്കുവാനുള്ള ഒരു ഭാഗ്യവും ഇതു മുതൽ അങ്ങോട്ട് നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. അപ്പോൾ മുകളിൽ പരാമർശിച്ച 8 നക്ഷത്ര ജാതകരുടെയും ജീവിതത്തിൽ ഇനി സംഭവിക്കുവാൻ പോകുന്ന ചൊവ്വയുടെയും രാഹുവിന്റെയും സംയോഗം കൊണ്ട് അവർ ഇത്രയും നാൾ അനുഭവിച്ചു വന്നിരുന്ന പല ദുരവസ്ഥകളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും കരകയറി പലവിധ സൗഭാഗ്യങ്ങളും സമ്പത്തും ജീവിതത്തിൽ അനുഭവിക്കുവാൻ, അതുവഴി മാനസിക അല്ലെങ്കിൽ കുടുംബപരമായ ഉയർച്ചയ്ക്കും സന്തോഷത്തിനും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ എന്നും നിങ്ങൾ ഏവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഇനിയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.